ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ നേരം വെളുത്തുപോയ സൂറത്താണ് ആ സൂറത്ത്. രാത്രി ഇശാ നിസ്കാരത്തിന് ഇമാമത്ത് നിന്നയാള് അബൂ ഹനീഫ തങ്ങളെ ബേക്കിൽ ഇമാമുമായി നിന്നു. ഓതിയ സൂറത്ത് ഈ സൂറത്തായിരുന്നു, സൂറത്തു സിൽസാൽ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രകമ്പനമില്ലേ. ആ സൂറത്ത് ഓതി ഇമാമ് നിസ്കരിച്ചു, അവര് സുന്നത്ത് നിസ്കരിച്ചു, എല്ലാവരും പോകുന്നു. പള്ളി പൂട്ടേണ്ടയാള് പൂട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തലയും താഴ്ത്തി അവിടെ ഇരിക്കുന്നു, അനങ്ങുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഒരൊറ്റ ഇരുത്തമാണ്. പാതിരയായി, തഹജ്ജുദ് നഷ്ടപ്പെടും ഉറങ്ങിയിട്ടില്ലെങ്കിൽ. അങ്ങനെ സുബ്ഹിയോടടുത്ത സമയത്ത് മെല്ലെ പോയി ശരീരത്തിൽ കൈവച്ചു ഈ ഹാദിമായുള്ള ആള്. അങ്ങനെയാണല്ലോ ഉസ്താദുമാരോട് അദബ് വേണം, ബാപ്പയോട് അദബ് വേണം, ഉമ്മയോട് അദബ് വേണം, നാട്ടിലുള്ള മുതിർന്നവരോട് അദബ് വേണം, ആലിമീങ്ങളോട് അദബ് വേണം. ആലിമീങ്ങളുടെ മുമ്പിൽ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കരുത്, ഉസ്താദുമാരുടെ മുന്നിലൂടെ നടക്കരുത് എന്ന് ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നടത്തം അനാദരവോട് കൂടെയുള്ള നടത്തത്തെ കുറിച്ചാണ് പറയുന്നത്. അതേ, ഉസ്താദിനെ ഉറക്കിൽ പോയി വിളിക്കുമ്പോ അച്ചടക്കത്തോടെ വിളിക്കണം. മെല്ലെ പോയി തട്ടിയിട്ട് അതോടെ ഉസ്താദിന്റെ മനസ്സിലൊന്നും തോന്നിപ്പോകാത്ത വിധം. ഇതുപോലെ ഉമ്മമാരെ, വീട്ടിൽ രോഗിയായി കിടക്കുന്ന നമ്മളെ ബാപ്പ ഉമ്മ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ബാപ്പയും ഉമ്മയും, അവർക്ക് വെള്ളം കൊണ്ടുകൊടുക്കാൻ വേണ്ടി, ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ വേണ്ടി നമ്മൾ എത്തുമ്പോ മയങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവരെ ബഹളം വെച്ച് ബുദ്ധിമുട്ടിക്കരുത്, അവരെ തോണ്ടി വലിച്ച് ബുദ്ധിമുട്ടിക്കരുത്. മെല്ലെ വളരെ മയത്തോടെയാകണം അവരോട് പെരുമാറേണ്ടത്, അതോടെയാകണം പെരുമാറേണ്ടത്. അതേ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ മെല്ലെ പോയി തൊട്ടപ്പോൾ അവിടുന്ന് അതാ മെല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം ഈ ഖാദിം കേൾക്കുന്നു. പടച്ച റബ്ബേ, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. ഈ ദുനിയാവിൽ എന്ത് ചെറിയ പ്രവർത്തനം, ഖൈറായ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും അതവിടെ കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. എന്ത് മോശമായ പ്രവർത്തനം എത്ര ചെറുതാണെങ്കിലും അതവിടെ കാണുന്നതാണ്. ചെയ്തവൻ അവിടെ കാണുക തന്നെ ചെയ്യും. ഈ പാവപ്പെട്ട എന്റെ അമലുകൾ എങ്ങനെയായിരിക്കും അവിടെ കാണിക്കപ്പെടുക? ഇത് ചിന്തിച്ച് നേരം വെളുത്തുപോയതാണ് സഹോദര സഹോദരിമാരെ. പാരത്രിക ലോകത്തെ കുറിച്ച് ചിന്തിച്ച മഹാ